നീ നിന്റെ ലൈഫിൽ പറയും ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട നാളെ ചെയ്യാം എന്ന് നീ ഒരേ കാര്യങ്ങൾ മാറ്റി വെക്കും ദയവായി. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും എത്രയോ വർഷങ്ങളും മാറ്റി വെച്ചു. അത് വന്നിട്ട് ചെയ്യാം, ഇത് വന്നിട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ, റൈറ്റ് ടൈം ആയിട്ടില്ല, എല്ലാത്തിനും സമയമുണ്ട്, നല്ലൊരു ഫോൺ വാങ്ങാം, നല്ലൊരു മൈക്ക് വാങ്ങിയിട്ട് തുടങ്ങാം. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാനേ വരും. നമ്മൾ എത്ര നാളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയില്ല. ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം, ഓക്കെ? ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി. നമുക്ക് 2 പിള്ളേരുണ്ട്. നമ്മളൊരു എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോരോ പ്രൊഫഷണൽ എടുക്കാം. അപ്പം ഞാൻ പറയാം, ഒരു മെഡിക്കൽ ഫീൽഡ് ഉള്ളവരുടെ അവർ പറയും, ആക്ച്വലി നീ ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് ഓർത്താം. നീ വർക്ക് ചെയ്യുന്നു, ഓക്കെ, എനിക്ക് വൈഫുണ്ട്. വൈഫ് 2 പ്രഗ്നൻ്റ് ആണ്, 2 പിള്ളേരുണ്ട്. സോ പിള്ളേരെ നോക്കണം. അങ്ങനെ വൈഫ് വീട്ടിലാണ്. നീ ഒറ്റയ്ക്കാണ് നിൻ്റെ ഫാമിലി റണ്ണാക്കുന്നത്. അതേ സമയത്ത് ഫാമിലി റണ്ണാക്കുമെന്ന് വെച്ചാൽ നിനക്ക് ഹൗസ് ലോൺ കാണും, അല്ലെങ്കിൽ വാടക കാണും, വാട്ടർ ബില്ല്, ഇലക്ട്രിക് ബില്ല്, വൈഫൈ, റീചാർജ്, മൊബൈല്, വണ്ടി, ഓക്കെ. ഒരു മോന് സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കാം, LKG UKG, ഇനി ഒരാൾ വീട്ടിലുണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഇത്രയും റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്യണം. ഇതിനെല്ലാത്തിനും എക്സ്പെൻസീവ് വേണ്ട, അതിനെല്ലാം നിനക്ക് കാശ് തന്നെ വേണം. അപ്പം നീ ഒരു കാര്യം വിചാരിച്ച് നോക്കുക, ഓക്കെ, എന്ത് പറഞ്ഞാലും വിത്തിൻ 15 years നീ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ലൈഫ് നീ പോയിരിക്കും. അതൊന്നാമത്തെ ലൈഫ്. അല്ലെങ്കിൽ പ്ലാൻ B എന്ന് പറയാം, നീ സിംഗിളായിട്ട് ജീവിക്കാൻ കഴിച്ചു. വിത്തിൻ 50 years നീ എന്ത് പറഞ്ഞാലും സിംഗിളായിട്ട് ജീവിക്കുകയാണ്. എനിക്കൊരു അപ്പാർട്ട്മെൻറ്റോ, ഒരു വീടോ, ഒരു വണ്ടിയോ, എന്ത് പറഞ്ഞാലും എന്തിനൊക്കെ കാണും, റെസ്പോൺസിബിലിറ്റിയും കാണും. ആ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാണാണ്ട് ഇരിക്കത്ത് പോലുമില്ല. ഈ രണ്ടിലേതിലും ഒന്ന് വന്നിരിക്കും. ആ സമയത്ത് നിൻ്റെ ചിലവിന് ആര് കാശ് തരും? ഒരാളും തരത്തില്ല. കാരണം നിങ്ങളുടെ പാരൻസിന് ഒരു ഏജ് ആയിട്ടുണ്ടായിരിക്കും, അവരെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിൻ്റെ തന്നെ ആയിരിക്കണം. ആ സമയത്ത് പിന്നെ വീട്ടുകാരുടെ കാശ് ചോദിക്കുക, ഓക്കെ, ലൈക്ക് എന്നാ പരമ്പരയായിട്ട് റിച്ച് ആയവർക്ക്, കാശുള്ളവർക്ക് കുഴപ്പമില്ല. തലമുറയായിട്ട് തന്നവർക്ക് അവർ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും, അവർക്ക് കുഴപ്പമില്ല. ഈ ലോവർ ക്ലാസ് എന്ന് നോക്കുമ്പോൾ അവരാണെങ്കിലും കുഴപ്പമില്ല, അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട്. പക്ഷേ ഈ മിഡിൽ ക്ലാസ് ഉള്ളവരാണ് ഹൈയസ്റ്റ് പെടുന്നത്. കാരണം താഴെ പോകാനും വയ്യ, മണ്ട കയറാനും വയ്യ, മിഡിലിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ആ ഒരു സമയത്ത് നീ കാണുന്ന ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ, കാശുണ്ടാക്കാൻ വിടുന്ന കഷ്ടപ്പാട്. കാരണം മാസത്തിൽ 24 ദിവസം, ഒരു 4 ദിവസം വീക്ക് ഓഫ് എന്തെങ്കിലും കാണും. ചില സമയത്ത് ഓവർലോഡ് വർക്ക് കൊണ്ട് നീ പോകണം, വർക്ക് കംപ്ലീറ്റ് ചെയ്തിൽ നീ അതിനും പോകണം. 8 hours ഡ്യൂട്ടി എന്ന് പറയും, 8 hours എന്ന് പറഞ്ഞാൽ 8 hours കാണത്തില്ല, 9 hours 10 hours കാണും. വർക്ക് ചെയ്ത് വന്നിട്ട് മര്യാദയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടത്തില്ല, നിൻ്റെ ഹെൽത്ത് നോക്കാൻ പറ്റത്തില്ല, മെൻ്റൽ ഹെൽത്ത് ഫുള്ളി വീക്കായിരിക്കും. മേ ബി ചിലപ്പോൾ കാശ് കാണാം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനൊക്കെ, പക്ഷെ ലൈഫിൽ ഹാപ്പിനെസ് എന്നാന്ന് പറഞ്ഞ സാധനമേ കാണത്തില്ല. എല്ലാം നശിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെപ്പറ്റി എല്ലാം ഒറ്റ കാര്യം പറയുന്നു, എന്തും കൂടെ എനിക്ക് ഇപ്പം റിസ്ക് എടുത്തുകൂടാ. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ചാടിപ്പോയി നാളെ പോയി ബിസിനസ് ചെയ്യുമെന്നും, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നിനക്കൊരു പാഷൻ കാണും, അതെന്തെങ്കിലും കാണും. നീ അതിനെപ്പറ്റി ഒരു കുറച്ച് ട്രൈ ചെയ്ത് നോക്കടാ, റിഗ്രറ്റ് വരല്ല. കാരണം ആഫ്റ്റർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കഷ്ടപ്പെട്ടാന്ന് എനിക്ക് ഇന്ന് ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട. ഇന്ന് ഞാൻ കഷ്ടപ്പാട് എൻ്റെ മക്കൾ അനുഭവിക്കണം. നീ ഒന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീൽഡ് സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന തെറി, ഞാൻ പറയും, ഞാൻ നല്ലോണം റിഗ്രറ്റ് ചെയ്യുന്നു. റിഗ്രറ്റ് അല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മേ ബി എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം റിയാലിറ്റി ഓഫ് ലൈഫ്, റെസ്പെക്റ്റ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ക്യാഷില്ലെങ്കിൽ എങ്ങനെയാണ് പീപ്പിൾ നമുക്ക് വില തരുന്നത്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഇതേ പ്രായമുള്ളൂ, കാശുള്ളവർക്ക് ഇതിനേക്കാൾ റെസ്പെക്റ്റ്, നല്ല പ്ലേസിലാണ് അവരിയ്ക്കുന്നത്. പക്ഷെ നീ ആണെങ്കിൽ നിൻ്റെക്കാൾ ഏജിൽ താരമുള്ളവരുടെ വായന വരെ നീ തെറിയേക്കണം. ഇത് മീൻസ് ആർക്കാണ് പവറുള്ള, ആടെയിലാണ് ക്യാഷുള്ള, അവരാണ് ഭരിക്കുന്നത്. എങ്ങനെ പറഞ്ഞാൽ റിയാലിറ്റി അത്രേ ഉള്ളൂ ലോകത്തിൻ്റെ. അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാശിൻ്റെ പുറകെ ഓടണമെന്നൊന്നല്ല, നിൻ്റെ ലൈഫ് ഒന്ന് ഹാപ്പി ആക്കാം. ഹാപ്പി മീൻസ് ഹാപ്പിനെസ് ഒരിക്കലും ഓടി വരത്തൊന്നുമില്ല,
നിന്റെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു കാശ് നിന്റെ ഒരു ബാക്കപ്പ് മണി, ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസോ ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ടോട്ടൽ തീരെ എന്നാന്ന് വെച്ചാൽ, ഇന്ന് നീ വേണ്ടാന്ന് വെക്കുന്ന ഓരോ മിനിറ്റും ഓരോ ദിവസവും എൻ്റെ നാളത്തെ ഓരോ ദിവസം കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് അനുഭവിക്കത്തില്ല. എല്ലാവരും പറയില്ലേ, വിത്ത് വിതച്ചാൽ എനിക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വിതയെടുക്കാം. അതേ രീതിയിൽ ഇന്ന് നീ കളയുന്ന സമയം നീ പിന്നെ അനുഭവിച്ചോ, ഇപ്പം നീ അനുഭവിക്കത്തില്ല. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.